കഴിഞ്ഞ 30 ദിവസമായി നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ഈ മേഖലയിൽ നിന്ന് ഇന്നത്തെ തെരച്ചിലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്തിമമായി നമുക്കിപ്പോൾ അർജുൻ എവിടെ എന്ന് പ്രേക്ഷകർ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി ഒരു മറുപടി പറയാൻ പറ്റുന്ന സാഹചര്യമായിട്ടുമില്ല. എന്നാൽ അതിലേക്ക് വിരൽ ചൂണ്ടാവുന്ന വെളിച്ചം വീശാവുന്ന ചില വിവരങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ രാവിലെ ഈ തെരച്ചിൽ തുടങ്ങിയത് ഏതാണ്ട് ഒരു ഉച്ചവരെ നിരാശാജനകമായിരുന്നു. കാര്യമായി ഒന്നും ഉണ്ടായില്ല. ഈശ്വർ മാൽപ്പെ അദ്ദേഹത്തിൻ്റെ സാഹസിക ദൗത്യം അദ്ദേഹം 8-9 തവണ അവിടേക്ക് ഡൈവ് ചെയ്തു. പക്ഷേ ഒരു നിർണായക വിവരങ്ങളിലേക്ക് വന്നില്ല. പിന്നീടാണ് നാവികസേന ചില സൂചനകൾ ആ മേഖലയിൽ നിന്ന് കണ്ടെടുക്കുന്നത്. നാവികസേനയാണ് യഥാർത്ഥത്തിൽ ഈ കയറ് ഏത് സ്ഥലത്തുണ്ട് എന്ന് കണ്ടെത്തിയത്. അതിനുശേഷമാണ് പിന്നീട് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ഇപ്പോൾ ഈ ഭാഗം ഇത് പ്രേക്ഷകർക്ക് കാണാം എന്ന് ഞാൻ കരുതുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ദൗത്യ മേഖലയുടെ ഒരു സമ്പൂർണ്ണ ചിത്രം. ഇത് കോണ്ടാക്ട് 1, ഇത് കോണ്ടാക്ട് 2. അപ്പോൾ ഈ കോണ്ടാക്ട് 1, കോണ്ടാക്ട് 2 ഇത് രണ്ടും തീരുമാനിച്ചത് നമ്മളല്ല. ഇത് തീരുമാനിച്ചത് നേരത്തെ നാവികസേനയും അതുപോലെ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് നടത്തിയ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ഒരു പ്രദേശമാണ്. അതാണ് ഈ കോണ്ടാക്ട് 1ഉം കോണ്ടാക്ട് 2ഉം. ഈ ഭാഗത്താണ് ഈ തെരച്ചിൽ മുഴുവൻ നടക്കുന്നത്. ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗത്ത് ഇതിന് സമീപത്തു നിന്നാണ് ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഇന്നാണ് അർജുൻ്റെ ലോറിയിൽ കെട്ടിയിരുന്ന ആ കയറിൻ്റെ ഒരു ഭാഗം ആദ്യം കണ്ടെത്തുന്നു. പിന്നീട് അതിൻ്റെ കൂട്ടം ഇവിടെയുണ്ട് എന്ന് കണ്ടെത്തുന്നു. അത് ലോറി ഉടമ മനാഫ് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇവിടുത്തെ പ്രശ്നം ധാരാളം ചെറുമരങ്ങൾ, പാറ, കല്ല്, മണ്ണൊക്കെ വീണ് കിടക്കുകയാണ്. ഇനി ഇതിനടിയിൽ ഈ ലോറി ഉണ്ട് എന്നതാണ് പൊതുവേ ഇപ്പോഴിപ്പം നേരത്തെ മനാഫ് അത് പറഞ്ഞു. ഉദ്യോഗസ്ഥരൊക്കെ കരുതുന്നത് ഇവിടെ ആ വാഹനമുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി അത് പരിശോധിക്കണമെങ്കിൽ നമ്മളുടെ സൗകര്യങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തണം. ഇപ്പോൾ മനാഫ് പറഞ്ഞതുപോലെ ഇവിടെ ധാരാളം ചെറുമരങ്ങളുണ്ട്. ആ ചെറുമരങ്ങളിലേക്ക് വലിയ വടം കെട്ടി ക്രെയിൻ ഉപയോഗിച്ച ചെറുമരങ്ങളൊക്കെ ഇവിടെ ഒന്ന് വലിച്ചു മാറ്റാം. അതാണ് ഒരു സാധ്യത. മറ്റൊന്ന്, ഇവിടെ വലിയ ഡ്രഡ്ജർ കൊണ്ടുവരണം. ഇപ്പോൾ ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ തിങ്കളാഴ്ചയോടെ ഇവിടെ കൊണ്ടുവന്ന ഈ മണ്ണിളക്കിയുള്ള പരിശോധന നടത്തും. ആ മണ്ണിളക്കിയുള്ള പരിശോധനയിലായിരിക്കാം ഒരുപക്ഷെ ലോറി, അതിൻ്റെ ക്യാബിനൊക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മാൽപ്പയും അതുതന്നെയാണ് പറയുന്നത്. അതുപോലെ നാവികസേനയും അതുതന്നെയാണ് അനൗദ്യോഗികമായി പറയുന്നത്. അപ്പോൾ ഈ മേഖലയിലേക്ക് നമ്മളുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുമ്പോൾ ഇവിടുത്തെ പരിശോധന, ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ വിശാലമായ ഭൂപ്രദേശമാകെ പലതവണ പരിശോധിച്ചു, ഡൈവിംഗ് നടത്തി, അല്ലെങ്കിൽ നേരത്തെ പലതവണയായി സോണാർ പരിശോധന നടത്തി, സാങ്കേതിക സൗകര്യങ്ങളൊക്കെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക്, ഒരു കൃത്യമായ പോയിന്റിലേക്ക് ഇപ്പോഴാണ് എത്തുന്നത് എന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. അതിന് അനുകൂലമായത് പുഴയിൽ നീരൊഴുക്ക് കുറവാണ്, അടിയൊഴുക്ക് താരതമ്യേന കുറവാണ്. അപ്പോൾ ആഴമുണ്ട് എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഒരു പരിചയസമ്പന്നനായ ഒരു മുങ്ങൽ വിദഗ്ധന് താഴേക്ക് ഇറങ്ങിപ്പോയി പരിശോധിക്കാവുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ നേരത്തെ ഈശ്വർ മാൽപ്പെ പറയുകയായിരുന്നു, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു കോൺക്രീറ്റ് പാളിക്ക് സമാനമായി കല്ലും മണ്ണും വന്ന് കിടക്കുകയാണ്. അതിങ്ങനെ വെള്ളത്തിനടിയിൽ കിടന്ന് കട്ടി കൂടി ഒരു വലിയ കട്ടിയുള്ള ഒരു പാറ കണക്കെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അത് വെറുതെ വലിച്ചിളക്കാൻ കഴിയില്ല. അത് ആഴത്തിൽ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും. സാധാരണ ചെറിയ ഡ്രഡ്ജറൊന്നും പോരാ. നമ്മൾ ഈ കടലിൻ്റെ കപ്പൽ ചാലിനൊക്കെ ആഴം കൂട്ടുന്ന തരത്തിലുള്ള യഥാർത്ഥത്തിലുള്ള വലിയ ഡ്രഡ്ജർ തന്നെ വേണം. നമ്മൾ തൃശ്ശൂരിലൊരു ഡ്രഡ്ജർ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ആ ഡ്രഡ്ജർ അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അത് നമ്മളുടെ ചെറിയ തോടുകൾ, കനാലുകളിലൊക്കെ അത് വെള്ളമൊഴുക്ക് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ഇത്തരം ഒരു പ്രതലത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ കേരളം അവരെ കർണാടകയെ ഔദ്യോഗികമായി അറിയിച്ചത്. ഇന്ന് വൈകിട്ടോടുകൂടി എനിക്ക് തോന്നുന്നത് അവിടുത്തെ MLAക്കും കളക്ടർക്കും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗോവയിൽ നിന്ന് ഒരു ആധുനിക എന്ന് വെച്ചാൽ ഈ കടൽ ചാലുകളുടെയൊക്കെ ആഴം കൂട്ടുന്ന ഡ്രഡ്ജർ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അത് കൊണ്ടുവന്നുള്ള പരിശോധനയിൽ ഒരുപക്ഷെ നേരത്തെ പ്രേക്ഷകർ ചോദിച്ച അർജുൻ എവിടെ എന്ന ചോദ്യത്തിന്, അർജുൻ്റെ ലോറി എവിടെ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഒരു ഉത്തരം കിട്ടുമായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഷിരൂർ ദൗത്യത്തിൽ 30-ാം ദിവസം ചില നിർണായക സൂചനകൾ അത് മുന്നോട്ടാണ് ആ ദൗത്യം എന്നതിൻ്റെ വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ലോറി എവിടെ എന്നതിലേക്കും അതിൻ്റെ ക്യാബിൻ എവിടെ എന്നതിലേക്കുമൊക്കെ വെളിച്ചം വീശാവുന്ന വിവരങ്ങൾ കിട്ടി. ഇന്നിപ്പോൾ ഈ ഭാരത് ബെൻസ് ഒരു സ്ഥിരീകരണം കൂടി നടത്തേണ്ടതുണ്ട്. ഇന്ന് വൈകിട്ട് കണ്ടെത്തിയ ചില ലോകഭാഗങ്ങൾ അത് ആ വാഹനത്തിൻ്റെ തന്നെ എന്ന് ഉറപ്പിക്കേണ്ടത് ഭാരത് ബെൻസ് ആണ്. അത് ഏകദേശം അത് ഉറപ്പിച്ചത് ഉടമയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആ വടം അത് ആ വാഹനത്തിൻ്റേത് തന്നെയാണ്. അത് ഉറപ്പിക്കാൻ മനാഫ് എന്ന ലോറി ഉടമയ്ക്ക് കഴിയും. അദ്ദേഹം അത് ഉറപ്പിച്ചിട്ടുണ്ട്. അതൊരു കൂട്ടമായി അവിടെ കിടക്കുന്നുണ്ടെന്ന വിവരം കൂടി പുറത്ത് വന്നിട്ടുണ്ട്. അതിപ്പോൾ SP അത് സ്ഥിരീകരിക്കുന്നു, നേവി അത് സ്ഥിരീകരിക്കുന്നു.
നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരി. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, ശരി, എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.